കിളിമാനൂർ സബ് ജില്ലയിലെ ഏറ്റവും മികച്ച സ്കൂൾ എന്ന പേര് നേടിയെടുക്കാൻ വേണ്ടി ഉള്ള ശ്രമം അതിൻ്റെ തുടക്കമാണ് ഇന്ന്. വിഷുദിനത്തിൽ തന്നെ നമ്മുടെ ദർശനാവട്ടം ഗുരുദേവ് UPSൽ പുതിയ പ്രവർത്തനങ്ങൾക്ക്, വികസന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു വീഡിയോ ആണ് ഇന്ന് നിങ്ങളിലേക്ക്, എല്ലാ പ്രിയപ്പെട്ടവരിലേക്കും എന്നൊരു വാർത്തയായിട്ട് എത്തിക്കുന്നത്. അപ്പോൾ ഈ ഒരു വെക്കേഷൻ ടൈമിൽ തന്നെ നമ്മൾ പുതുവർഷത്തിനെ നല്ല രീതിയിൽ വരവേൽക്കാൻ തന്നെ, അല്ലെങ്കിൽ തന്നെ നമ്മുടെ നാട്ടിലെ സ്കൂളിനെ നല്ലൊരു തലത്തിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു തുടക്കമാണ് ഈ ഒരു വികസന പ്രവർത്തനം. സ്കൂൾ മാനേജർ ശ്രീ രഘു സാർ, അതേപോലെ സ്കൂൾ മാനേജ്മെൻറ്റ് അംഗങ്ങളുണ്ട്. സ്കൂളിൻ്റെ ഇനി വരുന്ന പുതിയ HM കൂടിയായിട്ടുള്ള ശ്രീ അനൂപ് സാറുണ്ട്. അതേപോലെ PTA അംഗങ്ങളായിട്ടുള്ള PTA പ്രസിഡന്റ് ശ്രീ അഭിലാഷ്, PTA വൈസ് പ്രസിഡന്റ് ശ്രീ രഞ്ജു, അതേപോലെ PTA അംഗങ്ങൾ എല്ലാവരും ഉൾപ്പെടെ ഈ ഒരു ചടങ്ങിൽ സാന്നിധ്യം വഹിച്ചായിരുന്നു. ദർശനാവട്ടം ഗുരുദേവ് UPSൻ്റെ വികസന പ്രവർത്തനങ്ങളുടെ തുടക്കമാണ് ഇന്ന് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. വരും ദിവസങ്ങളിൽ തീർച്ചയായിട്ടും ഈ ഒരു വികസന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്, വികസന പ്രവർത്തനങ്ങൾ ഏതുവരെയായി എന്നൊക്കെയുള്ള അപ്ഡേഷൻസ് തീർച്ചയായിട്ടും ലൈവായിട്ടും അല്ലാതെയൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. ഒരു ലൈവ് ഈ ഒരു വീഡിയോയ്ക്ക് മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് പ്രിയപ്പെട്ട എല്ലാവരും കണ്ടു കാണും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ആ ഒരു ലൈവിൻ്റെ കണ്ടിന്യൂറ്റി എന്നതുപോലെയാണ് ഈ ഒരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ എല്ലാ പ്രിയപ്പെട്ടവരുടെയും സപ്പോർട്ടും സ്നേഹവും ഉണ്ടാവണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. സ്കൂളിൻ്റെ വികസന പ്രവർത്തനം ഈ വിഷു ദിനത്തിൽ തന്നെ ആരംഭിച്ച് വെക്കേഷൻ സമയത്ത് പൂർത്തിയാക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതിന് PTA കമ്മിറ്റിക്കാർ ആ ചുമതല ഏറ്റെടുത്ത് തുടങ്ങിയിരിക്കുകയാണ്. ഇനി എല്ലാ ഭാവുകങ്ങളും വിജയാശംസകളും നേർന്നുകൊള്ളുന്നു. ദർശനാവട്ടം ഗുരുദേവ് UPSൻ്റെ വികസന പ്രവർത്തനത്തിൻ്റെ മുന്നോടിയായി ഇന്ന് വിഷുദിനത്തിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയാണ്. കിളിമാനൂർ സബ് ജില്ലയിലെ മറ്റേത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോടും കിടപിടിക്കുന്ന രീതിയിൽ ഇന്ന് ഗുരുദേവ് UPS വളർന്നിരിക്കുന്നു. അക്കാഡമിക് കാര്യത്തിലായാലും കലാകായിക രംഗത്തായാലും മറ്റ് സ്കൂളുകളോടൊപ്പം തന്നെയാണ് ഗുരുദേവ് UPS. ഇംഗ്ലീഷ് മീഡിയം ക്ലാസ്സുകൾ, മലയാളം മീഡിയത്തോടൊപ്പം തന്നെ ഇംഗ്ലീഷ് മീഡിയം ക്ലാസ്സുകൾക്ക് പ്രാധാന്യം നൽകി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. മറ്റേതൊരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിലെയും മുന്നിൽ നിൽക്കാൻ തക്ക രീതിയിൽ ഉള്ള അധ്യയനമാണ് നമ്മുടെ സ്കൂളിൽ നടന്നു വരുന്നത്. ഈ ഒരു വർഷക്കാലം കൊണ്ട് തന്നെ കിളിമാനൂർ സബ് ജില്ലയിലെ ഏറ്റവും മികച്ച സ്കൂൾ എന്ന പേര് നേടിയെടുക്കാൻ വേണ്ടി ഉള്ള ശ്രമം അതിൻ്റെ തുടക്കമാണ് ഇന്ന്. എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണം. എല്ലാ പൂർവ്വ വിദ്യാർത്ഥികളോടും അഭ്യർത്ഥന നടത്തിയിട്ടുണ്ട്. അവരുടെ സഹായ സഹകരണങ്ങൾ ഉണ്ടാകും. അതോടൊപ്പം തന്നെ അവരുടെ കുട്ടികളെയും ധൈര്യപൂർവ്വം നമ്മുടെ സ്കൂളിലേക്ക് അയക്കുക. മറ്റ് രക്ഷകർത്താക്കളോടൊക്കെ നമ്മൾ ഈ കാര്യത്തെക്കുറിച്ച് സംസാരിച്ചിരുന്നു. സ്കൂളിലെ മറ്റു പ്രവർത്തനങ്ങളെക്കുറിച്ച് അവരും സഹകരിക്കാമെന്ന് ഏറ്റു. അധ്യാപകരും ഇപ്പോൾ മാനേജർ തന്നെ ഇന്ന് നമുക്ക് നല്ലൊരു സംഖ്യ നമുക്ക് വികസന പ്രവർത്തനത്തിനായി നൽകി കഴിഞ്ഞു. പൂർണ്ണ പിന്തുണ മാനേജ്മെൻറ്റിൻ്റെ ഉണ്ട്. അതോടൊപ്പം തന്നെ നാട്ടുകാരുടെയും എല്ലാവരുടെയും സഹകരണം ഉണ്ടെങ്കിൽ കിളിമാനൂർ സബ് ജില്ലയിലെ മികച്ച ഒരു സ്കൂൾ, ഒന്നാം സ്ഥാനത്തേക്ക് ഉയരുന്ന ഒരു സ്കൂളായി നമ്മുടെ സ്കൂളിന് മാറാൻ സാധിക്കും. അതിനുവേണ്ട എല്ലാ ശ്രമവും പൂർണ്ണമായും നമ്മൾ നടത്തുന്നതാണ്. അധ്യാപകരുടെ ഭാഗത്ത് നിന്ന് നല്ല രീതിയിലുള്ളൊരു പ്രവർത്തനം അക്കാഡമിക് ഇയർ നമ്മൾ ഈ വർഷം ആരംഭിക്കും. അത് അടുത്ത വർഷം പൂർത്തിയാകുമ്പോൾ ജില്ലയിലെ തന്നെ മികച്ചൊരു സ്കൂളായി മാറുന്നതിനുള്ള ശ്രമം നടത്തുന്നതാണ്. എല്ലാവരുടെയും പിന്തുണ ഉണ്ടാകുമെന്ന വിശ്വാസത്തോടെ മാനേജ്മെൻറ്റിനും PTA അധ്യാപകർക്കും വേണ്ടി ഗുരുദേവ് UPSൽ നിന്നും നമ്മളിന്ന് നിൽക്കുന്ന ദർശനാവട്ടം ശ്രീ ഗുരുദേവ് UPSലാണ്. നമ്മളോടൊപ്പം ഇപ്പോൾ നമ്മുടെ സ്കൂൾ മാനേജർ രഘു സാറുണ്ട്, ഷീല ടീച്ചറുണ്ട്, സാറിൻ്റെ മോനുണ്ട്, പിന്നെ ഇവിടുത്തെ അടുത്ത HM ആകാൻ പോകുന്ന ശ്രീ അനൂപ് സാറുണ്ട്, എൻ്റെ ജ്യേഷ്ഠൻ കൂടിയാണ്. അപ്പോൾ നമ്മളെല്ലാവരും കൂടി ചേർന്ന് ഈ സ്കൂളിൻ്റെ ഒരു വികസന പ്രവർത്തനത്തിന് ഇന്ന് തുടക്കം കുറിക്കുകയാണ്. അതിന് നിങ്ങളെല്ലാവരുടെയും പിന്തുണ ഉണ്ടാവണം. സാർ പറഞ്ഞതുപോലെ പൂർവ്വ വിദ്യാർത്ഥികളുടെയും നാട്ടുകാരുടെയും രക്ഷകർത്താക്കളുടെയും ഈ സ്കൂളിലെ അധ്യാപകരുടെയും ഒക്കെ പിന്തുണ ഉണ്ടാകുമെന്ന പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട്. മറ്റു സ്കൂളുകളോട് കിടപിടിച്ച് നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ നമ്മുടെ സ്കൂളിലും കുറച്ച് മുഖച്ഛായ ഞങ്ങളുടെ ആഗ്രഹം. അതിന് ഞങ്ങൾക്ക് സാധിക്കുമെന്ന വിശ്വാസമുണ്ട്. ഈ വിഷുദിനത്തിൽ അതിൽ തുടക്കം കുറിച്ചതിൽ വളരെ സന്തോഷം. എല്ലാവരെയും പിന്തുണ ഞങ്ങൾക്കുണ്ടാകുമെങ്കിൽ ഈ സ്കൂൾ നല്ല നിലവാരത്തിലുള്ള ഒരു സ്കൂളായി ഉയർന്നു വരും എന്ന് പ്രതീക്ഷിക്കുന്നു.